رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസി സഹോദര സഹോദരന്മാർ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് പരിപാലനാക്കിക്കൊണ്ടുള്ളതും പ്രതിയോരോ സൃഷ്ടിമാരും നിയന്ത്രിച്ചുകൊണ്ടുള്ളതുമായ നാലെല്ലാവരും മാലിക്കും റാസിക്കും മുദബ്ബിറുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓരോ നിയമത്തെ അനുസരിച്ചിട്ട് മുത്തഖിയായിട്ട് തഖ്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവനത്തെ ജീവിച്ചിട്ട് എതിർപ്പോന്ന് ചെന്ന് എൻ്റെ സ്വന്തം നഫ്സിനെ മറക്കാൻ നസിയത്താക്കിയിട്ടില്ല. അള്ളാഹുരെ പേടിച്ചിട്ട് ഭയഭക്തിരൊട്ടിക ഖൗഫും ഖശിയത്തും ഇതെല്ലാം ഇബാദത്താക്കിയിട്ട് മുത്തഖിയായിട്ട് ജീവിക്കുക, അതേപോലെ ഈമാൻ രൊട്ടിക ദുനിയാവിൽ നിന്ന് യാത്രാക്കുക. അള്ളാഹു ജല്ല ജലാലുഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രെ ഈ ദുനിയാവ് ഖാതമുൻ നബിയിനായിട്ട് അഷ്റഫുൽ മഖ്ലൂഖായിട്ട് എല്ലാ നബിമാരിലും ലാസ്റ്റ് നബിയായിട്ട് അല്ലാഹു തആല കർത്തിയ ഈ ഉമ്മത്ത് കർത്തിയ അല്ലാഹു തആല ഈ ഉമ്മത്ത് തന്ന നിഅമത്തിൽ വെച്ചിട്ട് അല്ലാഹു തആല ഇത്രത്തോളം തന്ന നിഅമത്തും ഇനിയുള്ള തറവുള്ള നിഅമത്തിൽ വെച്ചിട്ട് അതിമഹത്തരമായ ശ്രേഷ്ഠമായ ഒരു നിഅമത്തായി ദിക്ർ അല്ലാഹു നമുക്ക് നബിയെ കർത്തിയ സുന്നത്തുള്ള ഇത് അല്ലാഹു തആല ഖുർആനിൽ നമുക്ക് ചൊല്ലുന്നതായി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രെ പ്രതി ഓരോ നിമിഷത്തും പ്രതി ഓരോ നേരത്തും പ്രതി ഓരോ സന്ദർഭത്തും അനുസരിക്കുന്നതും ജീവനത്തിൽ കൊമണ്ടതും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രെ ഞങ്ങളെ സ്വന്തം നഫ്സറാണ്ടിയാറ ഞങ്ങളെ ഔത്രെ ഞങ്ങളെ ഉമ്മ അബ്ബറാണ്ടിയാറ അതേപോലെ ഞങ്ങളെ നഫ്സറാണ്ടിയാറ തിരിസാക്കുന്നത് ഓരോ മുഅ്മിന്റെ മേലുള്ള ബാധ്യതയായിട്ട്, ഓരോ മുഅ്മിന്റെ മേലുള്ള ഹക്കായിട്ട് ഞങ്ങൾ പ്രതി ഓരോരുത്തരും ഓരോ 5 വക്ത നിസ്കാരത്തിലും അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനാണ്ടി മുതലായിട്ട് 5 വക്ത നിസ്കാരത്തിൽ തശഹുദ് വെച്ചിരിക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു ചൊല്ലണായിട്ട്. ഇതേപോലെ ഓരോ 5 വക്ത നിസ്കാരത്തിൽ അതിനെ വിളിക്കുമ്പോ അദാൻ കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഷഹാദ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലണായിട്ട്. ഇതേപോലെ ഇഖാമത്തിലും അതെല്ലാം വേണ്ട. ഒരുത്ത മുഅ്മിനാവണം മുസ്ലിം ആവണുണ്ടെങ്കിൽ ഈ 2 ഷഹാദ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് നാന് അല്ലാഹു അല്ലാത്ത ഹഖായിട്ടുള്ള മഅബൂദ് ഇലാഹ് വേറെ ഒരാളും ഇല്ല എന്ന് സാക്ഷിയാക്കുക. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലും അതേപോലെ അല്ലാഹുവിന്റെ ദാസ എന്ന് ഞാൻ സാക്ഷിയാക്കുക. ഇത് ചൊന്ത് ഇത് ഉച്ചരിച്ചിട്ട് മുസ്ലിം ആവും. എല്ലാവർക്കും മുസ്ലിം ആവുക സാധ്യമല്ല. അപ്പൊ ഞങ്ങൾ പ്രതി ഓരോരുത്തരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ മേൽ സാക്ഷിയാക്കുന്നതും
അള്ളാഹുവിന്റെ മേലെ ഈമാൻ കൊണ്ടതും അത് എങ്ങനെ ഏത് ചിന്തന ചൊമ്മ വിഷയത്തിൽ ചിലപ്പോ മനസ്സിലാക്കി നയിക്കുക തൗഹീദുമായി ബന്ധപ്പെട്ടിട്ട് അതേപോലെ അള്ളാഹുരെ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയ തൗഹീദുൽ ഉലൂഹിയം തൗഹീദുൽ റുബൂബിയം ചില വിഷയത്തിനെ ചിലതെല്ലാം മനസ്സിലാക്കി നയിക്കുക. അതേപോലെ അതിരൊട്ടിಗೆ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി ചൊല്ലുക. ഈ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി ചൊല്ലുമ്പോ ഇതിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നത്, ഇതിൽ എന്തായിട്ടിക്കറ് ನಾನು ಅಲ್ಲಾಹುರ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് ഞാൻ സാക്ഷിയാക്കുമ്പോ ഇതില് ഞാൻ എന്തെല്ലാം അംഗീകരിച്ചോണ്ടില്ല ഇതും ഞങ്ങൾ പഠിച്ചു വയ്ക്കുന്നത് ഓരോ മുഅ്മിന്റെ മേലുള്ള ബാധ്യത. കാര്യവട്ട അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചെന്ന് നാവുൽ ചെന്നത് കൊണ്ട് മാത്രമയ്യാവില്ല. ആ നാവുൽ ചെന്നത് അതുകൊണ്ട് എന്തായിട്ടിക്കറ് ഉദ്ദേശ എന്തായിട്ടിക്കറ് ഞാൻ അതോട് ചൊന്നോ ഉള്ളത് കൂടെ മനസ്സിലാക്കി വെക്കണം. അത് ഇതിനെ പഠിപ്പാട്ടുമ്പോ ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഇതിനെ ഞങ്ങൾക്ക് ആലിമീങ്ങ ഞങ്ങളുടെ ഇമാമ്മ ഉലമാക്കന്മാർ ഇതിനെ പഠിപ്പാട്ടി തരുമ്പോ ഇത് ചൊല്ലാറ് 4 വിഷയത്തിക്കറ് ഇതിൽ ഉള്ളത്. അപ്പൊ ആ 4 വിഷയം എന്തായിട്ടിക്കറ് ഞങ്ങ അതിരെ ഭാഷയില അറബി ഭാഷയില് ബൈഹാട്ടാക്കി വയ്ക്കരമ അല്ല അങ്ങനെ ഞങ്ങ അതുപോലെ നെൻപാക്കിട്ട് വയ്ക്കരമ അതൊന്നും ഉദ്ദേശിക്കറല്ല. മാത്രമ ഇതിലുള്ള 4 വിഷയം ഞങ്ങളെ ജീവനത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളണം. ഇത് ഞങ്ങളെ ജീവനത്തെ ഭാഗമാക്കി വയ്ക്കണം. എന്തായിട്ടിക്കറ് അതിൽ ഒന്നാമത്തത് അതായിട്ടിക്കറ് ത്വാഅതുഹു ഫീമാ അമർ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എന്ത് ആജ്ഞാക്കിര അതിരെ അനുസരിക്കും തയ്യാറാവാൻ ചെറുത്തുള്ളത്. ഇത് ഒന്നാമത്തതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അനുസരിക്കുന്നത് ഇത്വാഅത്താക്കുന്നത് എപ്പ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഞങ്ങൾക്ക് ആജ്ഞാക്കിര ആ ആജ്ഞാക്കിയതിരെ അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആജ്ഞമ അവിടെ ഇത്വാഅത്താക്കുന്നത് ഒരു മുഅ്മിന്റെ മേലുള്ള ബാധ്യത. ഞാൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി ചെന്ന് നാവ് ചൊന്നരണ്ടെങ്കിൽ ആ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി ചെന്നതിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ആജ്ഞരെ അനുസരിക്കുന്നത്. അത് കഴിക്കറ അല്ലാഹു തആല ചൊല്ലത് വമൻ യുതിഇല്ലാഹ വറസൂലഹു ആര് അല്ലാഹുവിനെ അവന്റെ റസൂലിനെ ഇത്വാഅത്താക്കറ യുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി അങ്ങനത്തെ അല്ലാഹു പ്രവേശിപ്പിക്കറ ജന്നാത്ത് സ്വർഗ്ഗത്തോട്ടം തജ്രീ മിൻ തഹ്തിയൽ അൻഹാർ ആ സ്വർഗ്ഗത്തോട്ടത്തെ അടിഭാഗത്തിലായിട്ട് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഖാലിദീന ഫീഹാ അതിലങ്ങ് ശാശ്വതമായി തിക്രാറ് വദാലികൽ ഫൗസുൽ അദീം അതായിട്ട് അതി മഹത്തരമായിട്ടുള്ള ഒരു വിജയ. അപ്പൊ ഇത് എല്ലാത്താണ്ട് വലിയൊരു വിജയ. അത് ഞങ്ങൾക്ക് ചിലപ്പോ ദുനിയാവില് കാണുക സാധ്യയില്ലെങ്കും ദുനിയാവിൽ ഞങ്ങൾക്ക് അത് പിടിയായില്ലെങ്കും ആഖിറത്തിൽ വെച്ച് അത് ഞങ്ങൾക്ക് കിട്ടത് അതും മഹത്തരമായിട്ടുള്ള അതിശ്രേഷ്ഠകരമായ വിജയം കിട്ടുന്നത്. അത് കിട്ടുന്ന മാർഗം അത് എങ്ങനെ കിട്ടുക ചെന്നും അള്ളാഹു ഈ ആയത്ത് സൂറത്തുൽ നിസായിലെ 13-ാമത്തെ ആയത്ത് ചൊല്ലുന്നത് വമൻ യുതിഇല്ലാഹ വറസൂലഹു ആര് അല്ലാഹുവിനെ അവന്റെ റസൂലിനെ അനുസരിക്കറ അവൻ കഴിച്ചു. ഇന്നൊരു മോത്ത് അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിൽ ചൊല്ലുന്നത് വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ ആര് അല്ലാഹുവിനെ അവന്റെ റസൂലിനെ അനുസരിക്കോ തയ്യാറാവുക അവನು അതി മഹത്തരമായ വിജയിച്ചത് സ്വന്തം അല്ലാഹു തആല ചൊല്ലുന്നു. ഇനിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസും കാണാം. വഖദ് തറക്തു ഫീകും ഇൻ ഇസ്തതഅതും ബിഹി ഫലൻ തദില്ലു അബദ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നിങ്ങളത് ഇതാ ഞാൻ വിട്ടുപോയിട്ടുള്ളത് അതിനെ നിങ്ങ ഗട്ടി പിടിക്കറാണ്ടെങ്കിൽ നിങ്ങ വർക്കത്തും ദലാലത്തിലാവില്ല. അത് എന്തായിട്ടിക്കറ് ഒന്ന് കിതാബുള്ള അല്ലാഹുവിന്റെ കിതാബ് രണ്ട് വസുന്നത നബി ഒന്ന് കിതാബ് അല്ലാഹുവിന്റെ കിതാബ് രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതായിട്ടിക്കറ്
ഇത് ഞങ്ങളെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത്. ಅಂದ್ರೆ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലുന്നെങ്കിൽ ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലുന്നതിനെ ಭಾಗ ಇಕ್ಕ್ರೆ ನಾನು ಅಲ್ಲಾಹರ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ಎಂದ್ರೆ ആജ്ഞ ആക്കിര ആദ്യം ഞാൻ അങ്ങനെ ഇത്താഅത്താക്കും തയ്യാറാവണം ചൊല്ലുന്നത്. ഇത് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കാണാം. സ്വഹാബിമാരുടെ ജീവിതത്തിൽ അങ്ങ് നോക്കാൻ പോയെങ്കിൽ അങ്ങ് ഈ ഇല്ലാഹ വ റസൂലഹു അതല്ലെങ്കിൽ ഇത്താഅത്തു ഫീമ അമർ ചെന്നത് അങ്ങനെ അനുസരിക്കുക തയ്യാറായ എതിരും പേരോ നോക്കില്ല. എന്തൊരു റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ആജ്ഞമ അതിനനുസരിക്കുക തയ്യാറ്. അതായിട്ട് ചരിത്രം നമുക്ക് ചെന്തന്നുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു നാന് ഈ കല്ല് ആക്കിയ ഫാക്ടറിയിലുണ്ട്. അതേപോലെ ഇതിലെ പണിയെടുക്കുന്ന സ്വഹാബിമാർ കല്ലാക്കിற ഹംറ് കല്ല് വൈൻ ഇത് ആക്കിற പോലത്തെ ഇതിലെ പണി ആക്കിരങ്ങളെ കൂട്ടത്തിൽ നാണില്ല. അതിലെ ഫാക്ടറിയിലും ധനി സ്വഹാബിയായി. അങ്ങനെ അള്ളാഹു താല കല്ല് ഹറാമാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്വഹാബിയുടെ ചെന്ന് ഇനി മദീനത്തെ എല്ലാ തെരുവിലും അനൗൺസ് ആക്കിക്കൊണ്ട് പോലും അള്ളാഹു കല്ല് ഹറാമാക്കിരാട്ട് അനൗൺസ് ആക്കിക്കൊണ്ട് പോലും ചെന്നൈത്തിക്കറെ സ്വഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആജ്ഞാപിക്ക അവൈത്തിക്കറെ ഫഖാല അബൂ തൽഹ അവിടെ അബൂ തൽഹ ഈ ഫാക്ടറി അത് ആക്കിയോണ്ടിന് സ്വഹാബിയായി. അങ്ങനെ ഈ ഒരു സ്വഹാബി അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിയമക്കാക്കിയ സ്വഹാബി മദീനത്തെ തെരുവിൽ ഒബ്ബെട്ടിട്ട് അനൗൺസ് ആക്കി അള്ളാഹു കല്ല് ഹറാമാക്കിരാ ചൊല്ലുമ്പോ ഫാക്ടറിന്റെ സ്വഹാബി ചൊല്ലറ് ഫൻദുർ ഹാദ സൗത്ത് ആ എന്തൊരു സൗണ്ട് എന്ന് ബൊಬ್ಬയ്ക്ക് കേട്ടോണ്ടുണ്ട്. പറത്തില് അനൗൺസ്മെന്റ് കേട്ടോണ്ടുണ്ട്. എന്തിനെ ചെന്ന് കേട്ട് ബാച്ചെന്ന് അനസ് റളിയല്ലാഹുവിന്റെ കർത്തര് അതിനെ ചൊല്ലറ് ഞാൻ പറത്തു പോയ. അപ്പൊ അവിടെ ഖുർആൻ ബീച്ച് ചൊല്ലറാൽ ചൊന്നു അതാ ഇന്നൽ ഖംറ ഖദ് ഹുർരിമത് അല്ലാഹു കല്ല് ഹറാമാക്കിരാ ചെന്നൈക്ക് അനൗൺസ് ആയിക്കേണ്ടി അതിലത് വന്ന് തന്റെ ആ അബൂ തൽഹയുടെ സ്വന്ത് കൊടുത്തു അള്ളാഹു കല്ല് ഹറാമാക്കിയുള്ള നോക്കൂ. ഫാക്ടറിയില് കല്ലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി മാർക്കറ്റിൽ പോകുക മാത്രം ബാക്കിയില്ലേ, ബാരൽ കണക്കിലായിട്ട് റെഡി ആയിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ കേട്ടിട്ടില്ല, നക്ക് കൊന്നില്ല. ആ അങ്ങനെ ഞാൻ ഫസ്റ്റ് കർത്തിവിടാം. പിന്നെ ചില നക്ക് പിന്നെ പിടിയായി, ഞാൻ കർത്തിയൽ പിന്നെ പിടിയായി. അതുകൊണ്ടാണ് ഇപ്പൊ ഫസ്റ്റ് കർത്തിവിടാം. ചെന്തുല്ല വിചാരക്കുടെ സ്വഹാബിമാർ വിചാരിച്ചില്ല. അത് കേട്ടതുപോലെ ഈ സ്വഹാബി അവിടെ അനൗൺസ് ആക്കേ ഇതാ ഈ കല്ലെല്ലാം റെഡി ആയിട്ടുണ്ടല്ലേ, കൊമ്പോയിട്ട് തോടിൽ പോയിട്ട് തുഞ്ഞു പോയി അള്ളാഹു ഹറാമാക്കിയല്ലേ. അങ്ങനെ ഇത്തിക്കറി ചരിത്ര ചൊല്ലതെന്ದ್ರೆ അള്ളാഹു താല കല്ല് ഹറാമാക്കിയ ചൊല്ല് കേട്ടൽ പിന്നെ മദീനത്തെ തെരുളു കല്ല് പോലെ ഒഴുകി പോയിട്ട്. എങ്ങനെ ഇതായത്? അള്ളാഹുടെ ആജ്ഞമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദേശമ പിന്നെ അവിടെ ഇത്വാഅത്തായിട്ട് തങ്ങൾ കണ്ടത്. കാരണം നഷ്ട ചെറിയതായി അല്ലെ, ചിലപ്പോ കാണുമ്പോ വലിയ നഷ്ടമായിക്കോ. ഫാക്ടറിയിലെ കംപ്ലീറ്റ് കച്ചവടമേ ലോസ് ആയി പോണ്ടേ. ഇൻവെസ്റ്റ് ആക്കിയതുമില്ല, ക്യാപിറ്റൽ മണിയുമില്ല, അതേപോലെ പ്രോഫിറ്റുമില്ല, എല്ലാം ലോസ് ലോസ് ആയെങ്കിൽ അങ്ങ് അത് കണ്ടല്ല, ലോസ് നോക്കിയല്ല വിജയായിട്ട് നോക്കിയത്. ഈ ദുനിയാവിലും വിജയ കിട്ടുന്നു, ആഖിറത്തിലും വിജയ കിട്ടും. അതുകൊണ്ടായിട്ട് അങ്ങ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി ചെന്ന സ്വഹാബിമാർ പിന്നെ അങ്ങ് യാല്ലാത്താൻ ടിയാറ മുൻഗണന കൊടുത്തത്, എല്ലാത്താൻ ടിയാറ ഇമ്പോർട്ടൻസ് കൊടുത്തത് അത് കാരണം ನಾವು ಕೊಂಡು ಮಾತ್ರ ಚೆನ್ನಂಗಲ್ಲ ಅಷ್ಹದು ಅನ್ನ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹ್ ಅದರ ಕಲ್ಬು ಕೊಂಡು ನಂಗೆ ಅಂಗೀಕರಿಸ ഇതായിരിക്കും സ്വഹാബിമാരുടെ ജീവിതത്തിൽ. ഇതായിരിക്കുന്നു ഞങ്ങളെ ജീവിതത്തിലും മനസ്സിലാക്കുള്ളത്. ഏന എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത്വാഅത്താക്കുക തയ്യാറായിട്ട് സ്വഹാബിമാരുടെ ജീവിതത്തിലെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുത്ബായിക്കുമ്പോ ഒരു സ്വഹാബി റെഡി ചൊല്ലറ്, ഉൽഗത്തിൽ ഒരു സ്വഹാബി ചൊല്ലറ് ഇജ്ലിസ് നീ. കാരണം ഒരു സ്വഹാബി
പല്ലിറൊക്കെ പെറോലിത്ത് ആൾമാരെ നടുലും ഗ്യാപ്പ് ആക്കി എതിർ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബിനെ വിളിച്ചത് ഇജ്ലിസ് ഇവിടെ മെതിച്ചു. അത് കേട്ട ഒരു സ്വഹാബി പറത്തിൽ നഡ്ഡം വന്നുകൊണ്ടുണ്ടോ. ആ സ്വഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പൽക്കത്തെ കേട്ടത് ഇജ്ലിസ്. ആ സ്വഹാബി അവിടെ മെതിച്ചു, എതിർ വന്നില്ല. എന്തുകൊണ്ട് അവിടെ വന്നില്ല? ത്വാഅതുഹു ഫീമാ അമർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആജ്ഞക്ക് കേട്ട് ഇജ്ലിസ് എന്നുള്ളത് അതോടെ ദയിക്കണം. ദയിക്കുന്ന സ്വഹാബിത്ത് ഞങ്ങളുടെ ജീവിതത്തിലാണ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആജ്ഞ പിന്നെ ഞങ്ങൾ ത്വാഅതാക്കാൻ തയ്യാറാവും. പിന്നെ അതിൽ ഞങ്ങൾക്ക് ബഹാനക്കോ തീരാ, സബബിക്കോ തീരാ. അത് അങ്ങനല്ലേ, അത് അങ്ങനെ അയത്തിക്കോതി, ഇങ്ങനെ അയത്തിക്കോ, അത് അങ്കയത്തിക്ക. ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ എല്ലാം നമുക്ക് സാധ്യമല്ല. അങ്ങനത്തെ ഒരു സബബ് ബഹാന ഞങ്ങൾ ടീക്കോത്തി. കാരണം എന്തേ? ത്വാഅതുഹു ഫീമാ അമർ. ആർക്കുല്ലേ? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ചൊന്നങ്ങ അംഗീകരിക്കണം. നാവിൽ ചൊന്നത് കൊണ്ട് മാത്രമയ്യാവുന്ന ചൊന്തൈത്തിക്കറ് ഞങ്ങൾക്ക് ഇത് പടിപാടി തന്നത്. എത്ര എത്ര സംഭവമായിട്ട് ഞങ്ങൾക്ക് സ്വഹാബിമാരെ ജീവനത്തിൽ കണ്ടത്. ഒരു സ്വഹാബി നാഫി റളിയല്ലാഹു അൻഹു, നാഫി റഹിമഹുല്ലാഹ് ചൊല്ലറ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമൽ നിത്ത് നാഫി ചൊന്തല വലിയൊരു താബി അറിയപ്പെടുന്നത്. താബി ആയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബി ആയിട്ട്. അപ്പൊ ഈ സ്വഹാബി ചൊല്ലறது, അതിലൂടെ നടന്നു പോകുമ്പോ എവിടെയെങ്കിലും മ്യൂസിക് കേട്ട കാത് രണ്ട് കാതുകും രണ്ട് പേരിൽ വെച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ആ നാഫി റഹിമഹുല്ലാഹ് ടിക്കറ്റ് കഴിഞ്ഞിട്ട് മ്യൂസിക് സൗണ്ട് കേൾക്കുന്നത് സ്റ്റോപ്പ് ആയിത്താ ചെന്ന് സ്റ്റോപ്പ് ആയിട്ട് ചെന്നും കഴിച്ചിട്ട് കാതിൽ നിന്നിട്ട് ആ പേരിലെടുത്ത് പിന്നെ അതിൽ ചെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ നാഫി റളിയല്ലാഹു അൻഹു ചൊല്ലത്, ഞാൻ ഇങ്ങനെ കാത് ബെരൽ വെക്കോക്ക് കാരണ നാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നോട്ട് പോയിട്ടിരിക്കും പറഞ്ഞാൽ ദൂരത്തിൽ നിന്ന് ഒരു മ്യൂസിക് സൗണ്ട് കേട്ടിട്ട്, ബാൻഡ് അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട്, അപ്പൊ ഞാന് നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ കാതുക് രണ്ട് കാതുകും ബെരൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ എതിർപ്പോയാൽ പിന്നെ മ്യൂസിക് സൗണ്ട് കേൾക്കുന്നത് നിണ്ടുത്താ ചെന്തനടി കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ. അപ്പൊ ഞാന് അത് അങ്ങനെ നിണ്ടിത്ത് ആ കേക്കില്ല ചെത്തുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാതിൽ ബെരലെടുത്തിട്ട് അതേ വിഷയത്തിൽ ഇപ്പൊ ഞാൻ ആക്കിയത് ഇതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്താഅത്ത് സഹാബിമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്താഅത്ത് ഇങ്ങനെ ആയിട്ട് ത്വാഅതുഹു ഫീമാ അമർ. അതെ ഞങ്ങൾ ആ ഒരു പോലെ സാധ്യമുള്ള പോലെ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാവാൻ ചെറുതായിട്ട് ഇല്ല. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി കാലി നാവ് ചെന്നത് കൊണ്ട് മാത്രമേ ആവില്ല. അയങ്ക ആ ഫഖദ് ഫാസ ഫൗസൻ അദീമ ചെന്ന കൂട്ടത്തിലൊക്കെ ഞങ്ങൾ ഉൾപ്പെടണുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവനത്തിൽ ഇത്താഅത്ത് ചെന്നുള്ളത് വേണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഈ കേട്ടത് ഞങ്ങളുടെ ജീവനത്തിൽ പാലിക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. അല്ലാഹുവേ, ഓരോ നിയമത്തെ അനുസരിച്ചിട്ട് മുത്തഖിയായിട്ട് ജീവിക്കുന്ന സ്വത്ത് സ്വന്തത്തെ മറക്കാണ്ട് നസീഹത്താക്കിക്കൊണ്ടില്ല, ഉപദേശാക്കിക്കൊണ്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കി വന്നുള്ളത് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ചെന്നുള്ള വിഷയമാണ്. അതിൽ 4 വിഷയങ്ങൾ ചിന്തയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തത് തസ്ദീഖുഹു ഫീമാ അഖ്ബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താണ് ഹരിപ്പാട്ടി തന്നതാണ് അതിന് മേൽ വിശ്വസിക്കുകയും തയ്യാറാവും. സുദീർഘമായിട്ട് എനിക്ക് അതിനെ വിവരിക്കുകയും അറിയില്ല. തസ്ദീഖുഹു ഫീമാ അഖ്ബർ എന്തിനാ മനസ്സിലായി തന്നതാണ് അത് അങ്ങനെ വിശ്വസിക്കുക. അതിൽ പിന്നെ ഞങ്ങൾ ബുദ്ധിക്ക് ഒരു പ്രാമുഖ്യത്തെ ഖുർആനിൽ വന്നിര്, സഹിയായ ഹദീസിൽ വന്നിര, പിന്നെ ഞങ്ങളെ ബുദ്ധി ചെന്നത് സൈഡായിട്ട് കാരണം ഖുർആനും സുന്നത്തും
അള്ളാഹുവിൽ നിന്നുള്ള കിട്ടിയ വഹിയായി. ഇത് രണ്ടും അള്ളാഹുടെ വഹി. ഞങ്ങളെ ബുദ്ധി അതിരാടി എത്ര ചെറിയതിൽ ചെറുതായിട്ട് ഞങ്ങളെ ബുദ്ധി കൊണ്ട് ആലോചന ആക്കുക ആവാത്തപ്പെട്ട വിഷയത്തിൽ ഖുർആനും സുന്നത്തും ചൊല്ലേണ്ടത്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും ഞങ്ങൾക്ക് ഒരു വിഷയത്തെ പഠിപ്പാട്ടി തന്നിട്ട് സ്വഹീഹായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് വന്നെങ്ക പിന്നെ ഞങ്ങളെ മേലുള്ള ബാധ്യത ആമന്ന ഞങ്ങൾ ഈമാൻ വസദ്ദഖ്ന ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങൾ അതിന് മേൽ സത്യസന്ധമായി തിരിച്ചത് ഞങ്ങൾ സ്വീകരിക്കുക തയ്യാറായ ഇതായിട്ട് എനിക്ക് സ്വഭാവമാണ് ഇങ്ങനെ എത്തിക്കൊണ്ടത്. പിന്നെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കേട്ടില്ല. ചെറിയൊരു ഉദാഹരണം ചൊല്ലുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൊല്ലു കൊടുത്തിട്ട് ഒരു കാലത്തില് ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കും. ദുനിയാവിടെ ഒരു ജാഗയിൽ വെച്ചിട്ട് ഒരു കലവ് ചൊല്ലും. ആ കലവ് ചെന്നെങ്കിൽ ആ ചെന്നതേ നേരത്തില് ലോകത്തെ എല്ലാ ഭാഗത്തും ആ കലവ് എത്തുന്നു. ചൊല്ല് സ്വഹാബിമാരെ എതൂർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചൊല്ലു കൊടുത്തു. സ്വഹാബിമാർ അങ്ങനെ അത് വിശ്വസിച്ച അതിനക്ക് ചെറുത്തല്ല, യാതൊരു സംശയമില്ല. കാരണം എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തസ്ദീഖുഹു ഫീമാ അഖ്ബർ. അങ്ങനെ അങ്ങനെ എന്തിന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അരിപ്പാട്ടിത്ത അതിന് മേലെ വിശ്വസിക്കുക. അങ്ങ് ഒരു ക്വസ്റ്റ്യനും കേട്ടില്ല. നബി അത് എങ്ങനെ എത്തു, അത് ഏത് രൂപത്തിൽ അത് എത്തിരെ? ഞങ്ങ ഇപ്പൊ ഈ ദുനിയാവിലെ ഒരു ചെറിയൊരു ഭാഗത്തിൽ മദീനത്തിൽ ഞങ്ങൾ ഉള്ളിപ്പ ഈ മദീനത്തിൽ നിന്ന് ഒരുത്തർ കലവ് ചെന്നെങ്കിൽ ഇടീ ദുനിയാവ് എല്ലാ ഭാഗത്തും എങ്ങനെ എത്ര ചെന്ന് അങ്ങ് ഒരേ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുക തയ്യാറായില്ല. കാരണം എന്തേ? അങ്ക് കൊണ്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചൊന്നത് അത് നേരെ സംഭവിക്കും. അങ്ങനെ വിശ്വസിച്ചാൽ ഇത് അത് നേരല്ലുണ്ട്, യാതൊരു സംശയമില്ലാണ്ട് നമുക്ക് വിശ്വസിക്കാം. എന്തുകൊണ്ട്? ഒരു ദുനിയാവരുടെ ഞങ്ങൾ ഈ ചെറിയ ഈ രായത്തിൽ ഞങ്ങൾ ഉണ്ട്. ഏതെങ്കിലും ഒരു കലവ് സോഷ്യൽ മീഡിയത്തിൽ ഒരു കലവ് ചെന്നാൽ ഏത് രായത്തിക്ക് പിന്നെ ആ കലവ് എത്തപ്പെടുന്നത് അല്ലേ? അതായിട്ട് ഞങ്ങളെ മേലുള്ള ബാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കില്ല ചെന്ന് എന്തെങ്കിലും ഞങ്ങൾ വിചാരിക്കുന്നെങ്ക അത് ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നതാണ്. ഖുർആനിൽ വന്നരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പാൻ അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാവും. ചില ആൾമാരില ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കില്ല, അതുകൊണ്ട് നക്കത വിശ്വസിക്കാൻ സാധ്യമല്ല. ആവില്ല ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിലെ സുന്നത്തിനെ ധിക്കരിക്കുന്നതും നിഷേധിക്കുന്നതും ആ ഒരു നിഷേധം അങ്ങനെ നഷ്ടത്തിലാക്കുന്നതല്ലാണ്ട് ഇസ്ലാം ഒരു നഷ്ടം സംഭവിക്കുന്നില്ല അല്ലേ? കണ്ടോളൂ. മറിച്ചൽ പിന്നത്തെ ബർസഹി ജീവിതത്തെ നിഷേധിക്കുന്നത്, ഖബർ ജീവിതത്തിൽ അവിടെ ആ ഖൈറും നല്ലതും അതേപോലെ ബെടക്കാക്കി എനിക്ക് ശിക്ഷ ഉണ്ട് അദാബുണ്ട് ചെന്നുള്ളതിനെ നിഷേധിക്കുന്നത്, അതേപോലെ ഖബറിന്റെ ഫിത്നത്തെ നിഷേധിക്കുന്നത്, ഇങ്ങനത്തെ തറവാ വിഷയത്തെ നിഷേധിക്കുന്നില്ല. സിറാത്തിനെ മഹ്ശറ മൈതാനത്തിൽ ബൈക്കുന്നതായ അല്ലാഹു തആല സുബ്ഹാനഹു വ തആല ബൈക്കുന്നതായ ആ സിറാത്ത്, ആ ഒരു ബ്രിഡ്ജ്, ഇങ്ങനത്തെ തരമാ നിഷേധിക്കുന്നതും കാണാം അല്ലെ? ഇതെല്ലാം ഖുർആൻ പഠിപ്പാട്ടിര, സുന്നത്ത് പഠിപ്പാട്ടിര. പിന്നെ ഞങ്ങൾ തസ്ദീഖു ഫീമാ അഖ്ബർ. മൂന്നാമത്തേതായിട്ട് വജ്തിനാബു മാ നഹാ അൻഹു വസജർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങൾ എന്തിൽ നിന്ന് തടഞ്ഞിര, ആ കണ്ട ചെന്ന് ഞങ്ങൾ എന്തിൽ നിന്ന് തടഞ്ഞു വെച്ചിര അതിൽ നിന്ന് വിട്ടുനിൽക്കണം. അതിൽ ഞങ്ങ ആ വിട്ടുനിൽക്കുള്ള എല്ലാ രൂപത്തിലും കണ്ടു നിൽക്കണം. ഹറാം നക്ക് വേണ്ട. അള്ളാഹു റസൂൽ ഞങ്ങൾക്ക് ഇത് ഹറാമ് ചെന്ന് പഠിപ്പാട്ടിര, പിന്നെ നക്കത് വേണ്ട ചെന്ന് ഞങ്ങൾ വിട്ടുനിൽക്കോ തയ്യാറാവാം. ആയെങ്ക ചില ഞങ്ങളെ ചമ്മത്തെ ആൾമാരെ കാണും. എന്തെല്ലാം കാരണത്തെ ചെന്ന് ചില ആൾമാരില്ല അള്ളാഹുടെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹറാമ് ചെന്തും കൂടെ അതിനെ സ്വീകരിക്കും, അനുസരിക്കും തയ്യാറാവും. മൊബൈൽ കൈക്കൊത്തിയ, മൊബൈൽ കേൾക്കുത്തിയ, മൊബൈൽ ബന്ധാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫമൻല ആര് ഖുതുബ, ഇതൊരു ഇബാദത്ത്. ഖുതുബ കേൾക്കുമ്പോ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കാർപ്പറ്റിൽ ഇല്ലാത്ത സന്ദർഭത്തിൽ കൂടെ അവിടെ മണ്ണ് പൊയ്യ, ആ പൊയ്യത്തിൽ ചില സ്വഹാബിമാർ ഇങ്ങനെ കളിക്കുക നോക്കിയപ്പ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് കഴിച്ചതല്ല എല്ലാം അപ്പുറപ്പുറാക്കി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ആരെങ്കിലും ഇങ്ങനത്തെ അനഗത്യമായത് ഖുതുബായി ഏൽപ്പിക്കുമ്പോ അനഗത്യമായ പണി ആരെങ്കിലും ആക്കിരെങ്ക ഫഖദ് ലഗൗത, അവന് അനഗത്യമായ സ്വലാത്ത, അവന് ഹറാമായ പണിയാക്കി. ഖുതുബ ഇബാദത്ത്. ഏതുപോലെ നിസ്കരിക്കുന്നത് ഇബാദത്ത, ഇതേപോലെ ഖുതുബ കേൾക്കുന്നതും ഇബാദത്ത്. ഖുതുബ നിങ്ങൾ കേൾക്കുന്നതിൽ കൂലിയുണ്ട്. അപ്പൊ ഈ കേൾക്കുന്ന സന്ദർഭത്തില് മൊബൈൽ കളിക്കുന്നത്, മൊബൈൽ നോക്കുന്നത്, മൊബൈൽ ചാറ്റിംഗ് ആക്കുന്നത് എല്ലാം ഹറാമായി. ഇവിടെ മനസ്സിലാക്കും, സാന്ദർഭികമായി മനസ്സിലാക്കാനുള്ള വിഷയത്തിൽ. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വജിതിനാവ മാ നഹ അൻഹു വസജൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എന്ത് ആക്കണ്ട ചെന്ന് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഞങ്ങളെ മേലെ ബാധ്യത. നാലാമത്തതായിട്ട് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ചൊല്ലുന്നതിൽ ഞങ്ങൾ മനസ്സിലാക്കുക വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശാ. എന്തേ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഇബാദത്ത് എടുക്കും പഠിപ്പാട്ടി തന്ന അങ്ങനെ മാത്രം ഇബാദത്ത് എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇബാദത്ത് എടുക്കുള്ള രൂപ കാട്ടി തന്നെ ആ രൂപത്തെ വിട്ട് താരെങ്കിലും ഇബാദത്ത് നക്കുവേനായതുപോലെ അത് നല്ലതല്ലേ, കൂലി കിട്ടല്ലേ ചെന്ന് ആരെങ്കിലും ഒറ്റ ഇബാദത്ത് എടുത്ത് അവന്റെ ഇബാദത്ത് അല്ലാഹു കബൂലാണ്. കാരണം ഇബാദത്ത് കബൂലാവിന്റെ രണ്ട് കണ്ടീഷൻ, ഒന്ന് ഇഖ്ലാസ്, രണ്ട് ഇത്താഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണം. ഇത് രണ്ടും ഇന്നില്ലാണ്ടെങ്കിൽ ഇബാദത്ത് കബൂലല്ല. നാലാമത്തെ കണ്ടീഷൻ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എങ്ങനെ ഇബാദത്താക്കോ തന്ന പഠിപ്പാട്ടി തന്നെ അതേപോലെ ഇബാദത്ത് എടുക്കണം. അത് ഇബാദത്തെ വിട്ടിട്ട് നക്കിഷ്ടുണ്ടോ കൂലി കിട്ടേ നല്ലതല്ലേ ചെന്നു ഞാൻ ആക്കിയെങ്കിൽ അത് അള്ളാഹുവിന് മുട്ട കബൂലാവില്ല. ഏതുപോലെ ഇപ്പൊ ഞങ്ങിപ്പോ ജുമാ നിസ്കരിക്കുന്നത് 2 റക്അത്ത്. എന്തുകൊണ്ട് 4 റക്അത്ത് നിസ്കരിക്കില്ല? എല്ലാ നാളും 4 റക്അത്ത് നിസ്കരിക്കുമ്പോ ജുമാഅത്തിന്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നത് എന്തുകൊണ്ട്? ഇനി 2 റക്അത്ത് നിസ്കരിക്കുന്നത് നല്ലതല്ലേ, കൂലി കിട്ടല്ലേ ചെന്ന് ഞങ്ങൾ നിസ്കരിക്കോ തയ്യാറാവാ ഇല്ല. ഇനിയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ 4 റക്അത്ത് നിസ്കരിച്ച ജുമാഅമേ ബാത്തിൽ, നിസ്കാരമേ ബാത്തിൽ, അള്ളാഹു അത് കബൂലാക്കില്ല. ഇനി ഞങ്ങൾ 1 റക്അത്തില് 1 റുക്കു ഇടോടേക്ക് 2 റുക്കു ഇട്ട, 2 സുജൂദ് ഇടോടേക്ക് 3 സുജൂദ് ഇട്ട, 3 സുജൂദ് അല്ലെങ്കിൽ ഞങ്ങൾ 2 സുജൂദ് ഇടോടേക്ക് 1 സുജൂദ് ഇട്ട, കബൂലല്ല. എന്തിക്ക് അതേ തിക്റ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ചെന്ന ഞങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നതില് അല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ശരീഅത്താക്കി ദീന എന്ന് ചെന്ന് കാട്ടി തന്ന അങ്ങനല്ലാണ്ട് ഞങ്ങൾ ഇബാദത്ത് എടുക്കില്ല. അതുകൊണ്ടായിട്ട് ഞങ്ങൾ ചൊന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ഞങ്ങൾക്ക് തിർസുണ്ടോ മഹബ്ബത്തുണ്ടോ? നബിരട്ടെ ഞങ്ങൾ തിർസാക്ര നബിര മഹബ്ബത്താക്രവನು ಅವನಾಯ್ತು ಯಥಾರ್ಥമായ ಮುഅ್ಮಿನ್. ನಬಿರ ಮಹಬ್ಬತ್ತಾಕಾತವನು ಮುഅ್ಮಿನಾಗಲು ಸಾಧ್ಯ ಇಲ್ಲ. ಆರ ಮನಸ್ಸಿಲೆ ಆರ ಕಲ್ಬಿಲೆ ನಬಿರ ಮಹಬ್ಬತ್ತಿಲ್ಲ ಅವನು ಮುಅ್ಮಿನ್ ಅಲ್ಲ, ಅವನು ಮುನಾಫಿಕ್ ಆಯ್ತು. ಮಾತ್ರ ಮಹಬ್ಬತ್ എങ്ങനെ ആക്കണം, എങ്ങനെ പിരിസക്കാക്കണം? ഇത് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പാട്ടി തന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി, അതേപോലെ സഹാബിമാർ പഠിപ്പാട്ടിയാണ്. അതല്ലാതെ റബീഉൽ അവ്വൽ 12 മാത്രമേ ഒരാൾ ഞങ്ങ നബിര മഹബ്ബത്ത് ചെന്ന് എവിടെയെങ്കിലും മെറോനിക്ക് പോയാ, എവിടെയെങ്കിലും റോഡ് ബ്ലോക്ക് ആക്കിയ അതിനെ നബിര മഹബ്ബത്തിന് മേലെ ഒപ്പിട്ടോണ്ട് ചെന്നും കുറെ ആൾമാർക്ക് തൊന്തരാക്കിട്ടും പതിരാക്കിട്ടും ഞങ്ങൾ പോയാ ഏതെങ്കിലും മുസ്ലിം അല്ലാത്ത കാണുമന ഇനിയും അങ്ക് നൊമ്പലാവും അങ്ങലം അങ്ക് ഒറുകിയ പറകും ചെല്ലുണങ്ങൾ ജോറിലെ ചെന്നാൽ ബോലോ തക്ബീറുല്ലാഹു അക്ബർ അങ്ങനെ മനസ്സിലും ഇതൊന്നും മഹബ്ബത്താവും. മഹബ്ബത്ത് ആവുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി സ്വഹാബിമാർ എങ്ങനെ മഹബ്ബത്ത് കാട്ടിയാൽ ആ മഹബ്ബത്തായിട്ട് ഞങ്ങൾക്കുള്ളത്, ആ മഹബ്ബത്താക്കിയ മാത്രമേ സ്വർഗം. റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെറ്റനാല് ചെന്ന് അംഗീകരിച്ചെന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെറ്റനാളുടെ വിഷയത്തിൽ ചൊമ്മ കൺഫ്യൂഷൻ ഉണ്ട്, ഇഖ്തിലാഫ് ഉണ്ട്. റബീഉൽ അവ്വൽ 12 ഗേമ അല്ലേ വഫാത്തായ ഡേറ്റിൽ യാതൊരു സംശയമില്ല 12, അതിൽ ഒരു ഡൗട്ടും ഇല്ല. 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറാന്റി കൊറിയ മുന്നോത്തെ നേരത്തിൽ ദുആത്തെ നേരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ വഫാത്തായി. സംശയമില്ല. റബീഉൽ അവ്വൽ 12
ಆಯ್ಗೆ ಪೆತ್ತೆ ನಾಲ್ ಸಂಶಯ ಅಂದ್ರೆ ಲೋ ಇಮಾಮ್ಮಾರಲ್ಲಿ ಇಖ್ತಿಲಾಫ್ ಇಲ್ಲದ ಇಕ್ರಿ 12ಗೆ ಮಾರ್ಲೆ റബീഉൽ അവ്വൽ തിങ്കളിൽ 12 വെച്ചെങ്കും കൂടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ റബീഉൽ അവ്വൽ 12 ಬಂತು. അതിൽ പിന്നെ 30 വർഷത്തോളം 4 ഖലീഫമാർ ഖിലാഫത്താക്കിയ അതിൽ പിന്നത്തെ താബിമാർ അതേപോലെ നമുക്ക് ഹദീസിലെ 6 കിതാബ് അറിയപ്പെടുന്ന മഷൂറായ ഹദീസിലെ 6 കിതാബ് സഹീഹുൽ ബുഖാരി ഉണ്ട്, സഹീഹ് മുസ്ലിം ഉണ്ട്, സുനൻ അത്തിർമിദി ഉണ്ട്, അബൂദാവൂദ് ഉണ്ട്, നസായി, ഇബ്നു മാജ. ഇത് 6 മഷൂറായ കിതാബ്. ഇതെല്ലാത്തും കിതാബുണ്ട്. 4 ഇമാംമാർ, ഇമാം അബൂ ഹനീഫ, ഇമാം അഷ്ശാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇതെല്ലാത്തും ഇമാംമാരുള്ള ഈ ഇമാംമാരെ മദ്ഹബിലാവട്ടെ, അതല്ലെങ്കിൽ ഈ 6 കിതാബിലാവട്ടെ, ഒരേ ഒരു ഹദീസ് സ്വഹീഹായിട്ട് റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെത്തെ 4. അതുകൊണ്ട് ആ പെത്തെ 4 ഇങ്ങനത്തത് നിങ്ങൾ ആക്കോന്ന് ചെലുത്തി ഒരേ ഒന്ന് കാണാൻ സാധ്യം. അതുകൊണ്ട് ചെല്ലത് നബിയുടെ മഹബത്ത് ഈ റബീഉൽ അവ്വൽ 12 ഇങ്ങനെ ആക്കുന്നതല്ല. ഞങ്ങളെ 365 നാൾ വർഷത്തില് 365 നാൾ ഒരു നാൾ 24 ഗಂಟೆ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്താക്കി. കാരണം ഞങ്ങൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചെന്നായിട്ട് അതായിട്ട് ഞാൻ ചൊല്ലിട്ട് ಬಂದವರು. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മഹബത്താക്കണം അതുപോലെ മഹബത്താക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതി ഓരോ സുന്നത്തിനെ ഇത്വാഅത്താക്കും അല്ലാഹു ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. പിന്നെ രണ്ട് ആൾക്ക് ദ്വാർപ്പ് കഴിക്കുന്നത്. ഒന്ന്, ഞങ്ങളെ ഒരു സഹോദരർ ചെറിയ കിടാവും, 3 വർഷത്തെ കിടാവും, ബ്ലഡ് ക്യാൻസർ ആയി ഹോസ്പിറ്റലിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കിടാവുടെ രോഗത്തെ എത്രയും ശിഫായി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് നെമ്മതിയും സമാധാനത്തും സബറും അല്ലാഹു ഇട്ട് കൊടുക്കട്ടെ. ഇതുപോലെ മേത്തിക്ക് ഇന്നലെ ആക്സിഡന്റ് ആയ 6 ആൾ 4 ആൾ ഞങ്ങളൊട്ടിಗೆ കണക്റ്റഡ് ആയ 4 പെണ്ണുങ്ങളത്. അതിലുള്ളത് ഒരു പെണ്ണ് ನನ್ನ ಸ್ಟೂಡೆಂಟ್ ಆಯ್ತು. ಮದ್ರಸತ್ನ ಪಡಿಪಾಟ್ನ ഇന്നലെ ആയിട്ട് ആക്സിഡന്റ് ആയത് ഒരു 1.5 ಗಂಟೆ നേരം. ഇന്നലെ ജാവും ഒരു 2 ಗಂಟೆ ജാവുമ്പോൾ അങ്ങനെ കബറിൽ ദഫനാക്കിയതായിട്ട് ഒരു ഫാമിലി നിന്നായിട്ട് ഒട്ടിಗೆ പോയത്. ಇದರ മുന്നോലും അതേ ഫാമിലിയിൽ 7 ആളായിട്ട് ആക്സിഡന്റ് മരിച്ചുപോയത്. ഇന്ന് അതേ ഫാമിലിയിൽ 5 ആളായിട്ട് ഒട്ടിಗೆ മരിച്ചത്. 6 ആള് ഒരു റിക്ഷ ഡ്രൈവർ. അപ്പൊ 4 ആളായിട്ട് ഞങ്ങളൊട്ടി എപ്പം കണക്റ്റഡ് ആയതും 5 ആളും ചൊല്ലുപോയി 5 ആളും ഞങ്ങളൊട്ടി എപ്പം കണക്ട് ആയിട്ട് 5 പെണ്ണി ആയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖബറെ വിശാലമായി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കയ്യിലായിപ്പോ എന്തെല്ലാം തപ്പുണ്ട്, എന്തെല്ലാം ദോഷമുണ്ട്, എല്ലാം കബായിറായും സ്വകായിറായും എല്ലാം അല്ലാഹു തആല നമുക്ക് മാഫാക്കി കൊടുക്കട്ടെ. അല്ലാഹു ആ കുടുംബത്തിന് നെമ്മതിരം സമാധാനത്തും ശാന്തിയും അല്ലാഹു തആല ഇട്ട് കൊടുക്കട്ടെ. അതേപോലെ ഇതുപോലത്തെ വലിയ വലിയ മുസീബത്തും ആഫത്തിൽ നിന്നും ഞങ്ങളെ കുടുംബത്തും അല്ലാഹു തആല സംരക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് പോയ തപ്പ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും മാഫാക്കി തരട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا